അടുത്തത് തുലാക്കൂറാണ്. ചിത്തിര അര. ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ചോതിയും വിശാഖത്തിൽ മുക്കാല്. വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. ഇതിൽ ശുക്രൻ 7ാം ഭാവത്തിലാണ്. മാനസികമായിട്ടുള്ള സ്വാധീനവും ചില മറ്റ് ബന്ധങ്ങളുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ജീവിതക്രമത്തിലുണ്ടാകും. പുതിയ ബന്ധങ്ങൾ ബിസിനസ്സിലും കോൺട്രാക്റ്റ് ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഒന്നിച്ച് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പോ ഒക്കെ ആയിട്ടുള്ള ചില ബിസിനസ്സുകളിലൊക്കെ പുതിയ ചില കൂട്ടുകെട്ടുകളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് ബിസിനസ്സിൽ നിന്ന് ചില നേട്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ആരോഗ്യം പൊതുവെ അനുകൂലമാണ്. എന്നാൽ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ദാമ്പത്യപരമായിട്ട് അനുകൂലമാണ്. ചില അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉണ്ടായിരുന്ന ഇത് കുറച്ചൊന്ന് ഒഴിവാവുകയും അതൊക്കെ അതിന് ശമനം വരികയും ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ ഈ കൂറുകാർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശ്രീപാർവതിയെ ഭജിക്കുക, ശ്രീപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ പാർവതി പരമേശ്വരന്മാർ ഒന്നിച്ചുള്ള ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക, അവിടെ പ്രദക്ഷിണാദികളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ലളിതാ സഹസ്രനാമ ജപവും അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാകും.